ഇസ്ലാമിൽ നിയന്ത്രണങ്ങളാണെങ്കിൽ ആ നിയന്ത്രണമുള്ള ഇസ്ലാം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ വളരുന്നു. അല്ലാഹു കാക്കട്ടെ. ഇസ്ലാം നിയന്ത്രണങ്ങളല്ല, ഇസ്ലാം സംരക്ഷണമാണ്. നിയന്ത്രണമില്ലെങ്കിൽ സംരക്ഷണം ഉണ്ടാവോ? യാതൊരു നിയന്ത്രണവും ഇല്ല. നാദാപുര തങ്ങാടിയിൽ ഒരാള് നല്ലൊരു പീടിക തുറന്നു വെച്ചിരിക്കുന്നു. നിയന്ത്രണമൊന്നുമില്ല ഇസ്ലാമിന്റെ. കക്കുന്നവന് കക്കാം, അപഹരിക്കുന്നവന് അപഹരിക്കാം, അതുപോലെ എടുക്കുന്നവന് എടുക്കാം, ആർക്കും എന്തും ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയോ? നമുക്കിവിടെ ബിസിനസ് നടത്താൻ കഴിയോ? നമുക്കിവിടെ ജോലി എടുക്കാൻ കഴിയോ? ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നു, അവന്റെ ഭാര്യയ്ക്ക് മഹർ കൊടുക്കുന്നു, അവൻ ആ ഭാര്യയെ ചെലവ് കൊടുത്ത് വളർത്തുന്നു, അവൻ സംരക്ഷണം നൽകുന്നു. പക്ഷേ ആ ഭാര്യക്ക് തോന്നുന്നു ഇസ്ലാമിൽ കുറെ നിയമങ്ങളുണ്ട്, അന്യപുരുഷന്മാര് വരുമ്പോ പാതിരക്ക് വാതിൽ തുറന്നു കൊടുത്തൂടാ, അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്തൂടാ, അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങിക്കൂടാ, അവന്റെ കൂടെ ഒറ്റക്ക് റൂം കിടന്നൂടാ, നിയന്ത്രണമുണ്ട്, അവിടെ ഞാൻ ഇസ്ലാമിന് രാജിവെക്കാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ, അതേ ചിന്ത നിന്റെ ഭർത്താവ് ചിന്തിച്ചാൽ, നിന്റെ ഭർത്താവിനൊരു നിയന്ത്രണവും ഇല്ല, കാണുന്ന പെണ്ണിന്റെ പിന്നാലെ പോകാം, ആരുമായും സല്ലപിക്കാം, ആരെയും സ്പർശിക്കാം, ആരുമായും ബന്ധപ്പെടാം. അങ്ങനെ വന്നാൽ നിനക്ക് സമാധാനമുണ്ടോ പെണ്ണേ? അല്ല, നിന്റെ ഭാര്യക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്താൽ നിനക്ക് സമാധാനമുണ്ടോ ഭർത്താവേ? ഇവിടെ നിയന്ത്രണം വേണോ വേണ്ടേ നിങ്ങൾ പറയൂ? ഇവിടെ പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശരിയായ രീതിയുണ്ടല്ലോ. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു പ്രയാസവും ഇവിടെ പടച്ചവൻ ഉദ്ദേശിക്കുന്നില്ല, എളുപ്പം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ നിന്റെ എളുപ്പം മറ്റൊരാൾക്ക് പ്രയാസമാകരുത്. ഒരുത്തന്റെ പ്രയാസം, അതേ ആ പ്രയാസത്തിലൂടെയല്ല മറ്റൊരാൾക്ക് എളുപ്പമുണ്ടാകേണ്ടത്. സുബ്ഹാനല്ലാഹ്, എനിക്ക് എളുപ്പം കിട്ടണം. നിങ്ങൾ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ അതേ സ്വന്തം ഉമ്മയുടെ അതേ തലവെട്ടിക്കൊല്ലുകയാണ്, കൊടുവാള് കൊണ്ടുവന്ന് വെച്ചു. നമ്മളെ വീട്ടിലൊക്കെ കൊടുവാളുണ്ട്, കാടിയെത്താനാണ്, തേങ്ങ ഉരിക്കാനാണ്, അതേ തേങ്ങ പറിക്കാനാണ്. പക്ഷേ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്നെ കൊടുവാള് കൊണ്ടുവന്ന് വെച്ചു. ആ കൊടുവാള് കൊണ്ട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട, അനുവദിക്കപ്പെട്ട 100,000 കാര്യങ്ങളുണ്ട്. പക്ഷെ അവന് തോന്നിയത് എന്താണ്? സ്വന്തം ഉമ്മയുടെ തലവെട്ടണമെന്നാണ്. ചോദിക്കട്ടെ, ഇങ്ങനൊരു സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റുമോ? അങ്ങനെ അനുവദിച്ചാൽ ഇവിടെ ലോകം നിലനിൽക്കുമോ? ഇവിടെ മനുഷ്യകുലത്തിന് ജീവിക്കാൻ കഴിയുമോ? അവിടെ ബാപ്പയോടെങ്ങനെ പെരുമാറണം, ഉമ്മയോടെങ്ങനെ പെരുമാറണം? നിന്റെ കയ്യിൽ കൊടുവാള് കിട്ടിയാൽ വേറെ ആരെയും നിനക്കത് കൊണ്ട് വധിക്കാൻ പാടില്ല. മുസ്ലിമിനെയും വധിക്കരുത്, അമുസ്ലിമിനെയും വധിക്കരുത്. നീ തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്, അക്രമകാരിയാകരുത്. നിനക്കതിനെ സംബന്ധിച്ച് ബോധം തരൽ ആവശ്യമുണ്ടോ? ഇല്ലേ? അങ്ങനെ ഒരു ബോധം തരാൻ അല്ലാഹു തആല നിയോഗിച്ചവരല്ലേ ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ മുർസലീങ്ങളും. അവർക്ക് അവസാനമായി വന്ന വ്യക്തിയല്ലേ. മാകാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. അവസാനത്തെ റസൂലുൻ നബിയുമായി അല്ലാഹു നിയോഗിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് ഒരു സലാത്ത് ചൊല്ലണം. സലാത്തുൻ അലാ നൂരിൽ വുജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സ്വഹാബതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ. നമ്മുടെ കിഡ്നിയും നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്രെയിനും നമ്മുടെ കരളും നമ്മുടെ ശ്വാസകോശവും നമ്മുടെ എല്ലും പല്ലും തോലും നമ്മുടെ രോമവും നമ്മുടെ മാംസവും മജ്ജയും എല്ലാം എല്ലാം സൃഷ്ടിച്ച് അതൊക്കെ സംവിധാനിച്ചു തന്നവൻ നമുക്കെന്തിനു കഴിയും? നമുക്കെന്തിനു സാധിക്കും? വലിയ ഹുങ്കോടുകൂടി പടച്ചവനെ ചോദ്യം ചെയ്യുന്നവൻ,
പടച്ചവന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവൻ. എടോ ചെറുപ്പക്കാരാ, നീ ഉമ്മയുടെ കഴുത്ത് വെട്ടാൻ ഒരുങ്ങുന്നു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ അന്ത്യം എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? നീ ഏത് ദിവസം ഏത് രോഗത്തിലാണ് പോയി വീഴുന്നറിയാമോ? എത്ര ചെറുപ്പക്കാരുണ്ട് സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് തളർന്നു പോകുന്നു. ഏത് ചെറുപ്പക്കാരനും ഏത് ചെറുപ്പക്കാരിക്കും ചിലപ്പോൾ ചാനലിന്റെ മുമ്പിൽ വന്ന് നിന്ന് ശരീരത്തിന്റെ സൗന്ദര്യം ലോകത്തുള്ള എല്ലാവർക്കും കാണിച്ച് തലമറക്കാതെ മാറുമറക്കാതെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടാകാം. ആ പെൺകുട്ടികൾക്കറിയുമോ നാളെ അവരുടെ അവസ്ഥ എന്താണെന്നറിയുമോ? പറയാനൊക്കുമോ? എവിടെ വെച്ചാണ് മരണമെന്നറിയാൻ പറയാൻ കഴിയുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ കഴിയുമോ? എന്ത് രോഗമാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? ഇല്ല ഇല്ല, ഒരാൾക്കും കഴിയില്ല. നല്ലവർക്കും കഴിയില്ല, അല്ലാത്തവർക്കും കഴിയില്ല. നല്ലവരായ ചിലർക്ക് അല്ലാഹു തആല അവൻ പ്രത്യേകമായി കൊടുക്കുന്ന അറിവ് കൊണ്ട് പല വിവരങ്ങളും കൊടുത്തേക്കാം. എന്നാൽ സുഹൃത്തുക്കളെ, അല്ലാഹു മാത്രമാണ് എല്ലാവരെയും ഭരിക്കുന്നവനും എല്ലാവരെയും നിയന്ത്രിക്കുന്നവനും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിനോ ഇതേ ഏത് ഡമ്പുള്ളവർക്കോ ഏത് ട്രംപിനോ അതാ അമേരിക്കയിൽ തീ കത്തുമ്പോൾ അവർ തീരുമാനിച്ച് കത്തുകയല്ല, കത്തുന്നതൊരു നിമിഷം കൊണ്ട് കെടുത്താൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തന്നെ അങ്ങ് നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ മുമ്പിൽ അവസാനം കരാർ എഴുതേണ്ടി വരികയാണ്. ജൂതന്മാർക്ക് ഇതല്ലേ ലോകത്തിന്റെ അവസ്ഥ? കുറെ ആളെ കൊന്നതുകൊണ്ടൊരു വിഷയമില്ലാതെയാകുമോ? അതേ മനുഷ്യന് എല്ലാ വിധത്തിലും നിയമങ്ങൾ കൊടുത്തു. ഒരിക്കലും തന്നെ ഭീകരവാദത്തിന്റെ പിന്നാലെയോ തീവ്രവാദത്തിന്റെ പിന്നാലെയോ വർഗീയവാദത്തിന്റെ പിന്നാലെയോ അക്രമത്തിന്റെ പിന്നാലെയോ മനുഷ്യൻ പോകാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ വേണ്ടയോ? ആ വ്യവസ്ഥയല്ലേ ഇസ്ലാം. അതിന്റെ പുറമെ യജമാനനായ റബ്ബിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ, ആചരിക്കേണ്ട ആചാരങ്ങൾ, കുടുംബമായി പെരുമാറേണ്ട നിയമങ്ങൾ, അയൽവാസിക്ക് ചെയ്യേണ്ട ഗുണങ്ങൾ, പ്രായമുള്ളവരോട് കാണിക്കേണ്ട ആദരവുകൾ, കുട്ടികളോട് ചെയ്യേണ്ട കാരുണ്യങ്ങൾ, അതേ പ്രയാസം അനുഭവിക്കുന്നവരോട് കാണിക്കേണ്ട റഹ്മ കാരുണ്യങ്ങൾ എല്ലാം സൃഷ്ടാവായ അല്ലാഹു തന്നെ മനുഷ്യന് വരച്ച് കാണിച്ചു കൊടുക്കാൻ സർവ വിഷയങ്ങളും വിവരിക്കുന്ന ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ.